ഇടുക്കി മെഡിക്കൽ കോളേജിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയായി 4 വർഷം കഴിഞ്ഞിട്ടും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പ്ലാന്റിലേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ ആവശ്യമായ വഴി സൗകര്യമില്ലാത്തതാണ് നിലവിലെ പ്രധാന പ്രതിസന്ധിയായി തുടരുന്നത്. അതേസമയം ആശുപത്രി കെട്ടിടത്തിലുള്ള മറ്റു 2 ഓക്സിജൻ പ്ലാന്റുകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അടിയന്തരമായി പ്രവർത്തനം തുടങ്ങിയില്ലെങ്കിൽ പ്ലാന്റിന്റെ ലൈസൻസ് നഷ്ടമായേക്കും എന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നമുക്കറിയാം ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൽ വരെ വലിയ രീതിയിൽ കോടികൾ മുടക്കി പണിതിട്ടും വലിയ രീതിയിൽ അനാസ്ഥ നടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇടുക്കി കോളേജിന്റെ വികസനം അത് ഇത്തരത്തിൽ മുരടിച്ചു പോകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് പലതവണ നമ്മൾ ഈ മെഡിക്കൽ കോളേജിന്റെ വികസന മുരടിപ്പും അപര്യാപ്തതകളും എല്ലാം വ്യക്തമാക്കി വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഈ ഓക്സിജൻ പ്ലാന്റിന്റെ വാർത്തയെ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതായത് നിലവിൽ 4 വർഷം മുമ്പാണ് ഈ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഏകദേശം കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു പ്ലാന്റ് ആണ്. 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ലിക്വിഡ് ടാങ്കാണ് 4 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ ഈ 4 വർഷത്തിന് ശേഷം ഒരു തവണ പോലും ഈ ടാങ്കിൽ ഈ ഓക്സിജൻ ലിക്വിഡ് നിറയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നിലവിൽ കാട് കയറി പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായ ഒരു വെല്ലുവിളി ഈ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വാഹനം എത്തിക്കാനുള്ള സംവിധാനമില്ലാത്തതാണ്. അതായത് കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള ഈ പ്ലാന്റ് നിർമ്മിച്ച കമ്പനി ഓക്സിജൻ ലിക്വിഡുമായി എത്തിയിരുന്നു. പക്ഷേ ഈ പ്ലാന്റിനടുത്തേക്ക് വാഹനം എത്തിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇവർ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഏകദേശം 16.25 കോടി രൂപ ഈ റോഡുകളുടെ, അതായത് ആശുപത്രിക്ക് ചുറ്റുമുള്ള റോഡുകളുടെ, റിംഗ് റോഡുകളുടെ നിർമ്മാണത്തിനായി 2023 ടെൻഡർ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ തുടർന്ന് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ നിബന്ധനകളെ ചൊല്ലി കരാറുകാരനുമായി തർക്കമുണ്ടാവുകയും ഇത് നീണ്ടുപോവുകയുമായിരുന്നു. നിലവിൽ ഇപ്പോഴും കോടതിയിൽ ഈ കേസ് നിൽക്കുകയാണ്. ഈ നിർമ്മാണം പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയാണ്. പൂർണ്ണമായും തകർന്ന് അടിഞ്ഞ ഒരു റോഡാണ് അവിടേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ പ്ലാന്റിലേക്ക് ഈ ലിക്വിഡ് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം 2 ആശുപത്രി കെട്ടിടങ്ങളുണ്ട്. പഴയ ആശുപത്രി കെട്ടിടവും പുതിയ ആശുപത്രി കെട്ടിടമുണ്ട്. ഇവിടെ 2 ഓക്സിജൻ പ്ലാന്റുകൾ, മറ്റ് 2 ഓക്സിജൻ പ്ലാന്റുകളുണ്ട്. ഇതിന്റെ പ്രവർത്തനവും നിലവിൽ നിന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. പക്ഷേ അധികൃതർ അതിനും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. അടിയന്തരമായി ഇവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ലൈസൻസ് ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കമ്പനികൾ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ കമ്പനി സ്ഥാപിച്ച ഒരു പ്ലാന്റിൽ അവർ പറയുന്ന റേറ്റിന് ഈ ഓക്സിജൻ വാങ്ങിയാണ് നിലവിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിലെന്തെങ്കിലും മുടക്കം സംഭവിച്ചാൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ശക്തമാകുന്നത്.